പാലക്കാട് MLA എവിടെ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഉത്തരം പറയുമോ? ഉത്തരം പറ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഒരാളെ കുറിച്ച് ഇപ്പോഴും CPM ആ ബോധ്യമില്ലല്ലോ. ഞങ്ങൾ പരാതി പോലും ഇല്ലാണ്ട് ഞങ്ങളുടെ ബോധ്യത്തിന്റെ പേരിൽ എടുത്തതിന്റെ ധാർമ്മിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ഇന്നലെ കാണാതാവുന്നതിന് തൊട്ട് മുമ്പ് 5-15 വരെ കണ്ണാടി പഞ്ചായത്തിൽ UDFന്റെ പ്രചരണം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രാഹുലിനെ കാണാതെ പോയാൽ എവിടെ എന്ന് കോൺഗ്രസിനോടല്ലേ ചോദിക്കാൻ പറ്റൂ? ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാതിക്കോ FIR-നോ ഒന്നും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയാണ്, കടലിളകി വന്നാൽ പോലും ഞങ്ങളുടെ ബോധ്യത്തിലെടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നൊരു പാർട്ടിയെ നോക്കി ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിഷ്പക്ഷതയാണ് ജനങ്ങളുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് മാധ്യമങ്ങളുടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. ശരി. എന്തായാലും പാലക്കാട് കടലില്ലാത്ത ജില്ല ആയതുകൊണ്ടാണോ രാഹുലിന് അവിടെ നിർബാധം പ്രവർത്തിക്കാൻ കഴിച്ചതെന്ന് സംശയം ചിലപ്പോൾ നാട്ടുകാർക്ക് വരാം. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇമാതിരി ഒരു ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങന്നല്ല ലോകത്തിലെ ഏത് ഉന്നതനായ കോൺഗ്രസ് നേതാവ് വന്നാലും അവരോടൊക്കെ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ സമീപനം എന്തായിരിക്കും? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. നിങ്ങൾ പൂവിട്ട് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ മുഖമായി, യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി കേരളത്തിലെ എല്ലായിടങ്ങളിലും നിങ്ങൾ ആഘോഷിച്ച് കൊണ്ടു നടന്നിട്ടുള്ള ഇമാതിരി ഒരു ആഗോള മാന്യൻ കോൺഗ്രസിന് ഇതേപോലെ ലഭിക്കാനില്ല. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഏതോ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വർഷം ശിക്ഷ ലഭിക്കപ്പെട്ട ഒരാളും ലോകത്ത് സ്ത്രീവസ്ത്രം ചുറ്റിയ സകല സ്ത്രീകളോടും അധമമായി പെരുമാറുന്ന ഒരു ആഗോള മാന്യനും തമ്മിൽ എന്തു ബന്ധം? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അങ്ങയുടെ കൂടെ കൊടിപിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഈ മുൻ MP ഉൾപ്പെടെയുള്ളവരുടെ എത്ര വീടുകളിൽ കയറി ഈ ആഗോള അലവലാതി വൃത്തികേടുകൾ കാണിച്ചു, എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഇയാളെ രാജിവെക്കാൻ വിടരുത്, ഇയാളെ പുറത്താക്കരുത്, ഇയാളെ രാജിവെപ്പിക്കരുത്. അങ്ങ് കൊണ്ടു നടന്ന തൃപ്പൂണിത്തുറയിലും കേരളത്തിലും എല്ലാ പഞ്ചായത്തിലും നഗരസഭയിലും കോർപ്പറേഷനിലും ഈ മാന്യനെ കൊണ്ടുവന്ന് പോസ്റ്റർ അടിച്ച് വോട്ട് ചോദിക്കണം. അതാണ് എന്റെ അഭിപ്രായം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.